قال خذها ولا تخف سنعيدها سيرتها الأولى. അവൻ അരുളി, അതിനെ പിടിക്കുക, ഭയപ്പെടേണ്ട, നാം അതിനെ പൂർവസ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നുണ്ട്. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى. നിന്റെ കരം കക്ഷത്തിൽ ചേർത്ത് വയ്ക്കുക, ദോഷമൊന്നുമില്ലാതെ അത് തിളക്കമുള്ളതായി പുറത്തുവരും. അത് മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു. അത് സൂര്യനെപ്പോലെ തിളക്കമാർന്നതായിരിക്കും. എന്നാൽ നിനക്കതുകൊണ്ട് ഒരു വിഷമവും ഉണ്ടാവില്ല. ധവളഹസ്തത്തിന് ബൈബിളിൽ മറ്റൊരു വ്യാഖ്യാനവും കൂടി കൊടുത്തിട്ടുണ്ട്. ആ വ്യാഖ്യാനം ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട് നമ്മുടെ തഫ്സീറുകളിലും സ്ഥാനം നേടിയിരിക്കുന്നു. അതനുസരിച്ച് മൂസാ നബി തന്റെ കൈ കക്ഷത്തിൽ വെച്ച ശേഷം പുറത്തെടുത്തപ്പോൾ അത് വെള്ളപ്പാണ്ട് പിടിപെട്ട പോലെ വെളുത്തിരുന്നു. പിന്നീട് രണ്ടാം വട്ടം കൈ കക്ഷത്തിൽ ഒളിപ്പിച്ചപ്പോൾ അത് പൂർവസ്ഥിതി പ്രാപിച്ചു. തൽമൂദിലും ഈ ദൃഷ്ടാന്തത്തെ ഇങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. തൽമൂദ് പ്രസ്തുത വ്യാഖ്യാനത്തെ ഇപ്രകാരം യുക്തിവൽക്കരിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിർഔന് വെള്ളപ്പാണ്ട് രോഗം ബാധിച്ചിരുന്നു. അതയാൾ ഒളിച്ചുവെച്ചിരിക്കുകയായിരുന്നു. അതിനാൽ ഞൊടിയിടയിൽ പാണ്ഡുരോഗം പിടിപെടുകയും ഉടനടി അത് സുഖപ്പെടുകയും ചെയ്യുന്ന ദൃഷ്ടാന്തം ഫിർഔന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രസക്തമായിരുന്നു. പക്ഷെ ഒന്നാമതായി ഒരു പ്രവാചകൻ വെള്ളപ്പാണ്ട് രോഗത്തെ ഒരു ദൃഷ്ടാന്തമാക്കി ഒരു ചക്രവർത്തിയുടെ മുമ്പിലേക്ക് നിയോഗിക്കപ്പെടുക എന്നത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. രണ്ടാമതായി ഫിർഔന് പാണ്ഡുരോഗമുണ്ടായിരുന്നെങ്കിൽ രോഗം ബാധിച്ച കൈ അയാൾക്കു മാത്രമേ ദൃഷ്ടാന്തമാവുകയുള്ളൂ. അയാളുടെ ദർബാറിലെ സദസ്യരെ സംബന്ധിച്ചിടത്തോളം എന്തു വിഭ്രാന്തിയാണ് അതിന് സൃഷ്ടിക്കാൻ കഴിയുക? ഇക്കാരണത്താൽ നാം മുകളിൽ സൂചിപ്പിച്ച പോലെ കാണുന്നവരുടെ കണ്ണഞ്ചിക്കും വിധം അദ്ദേഹത്തിന്റെ കൈക്ക് സൂര്യന്റേതുപോലുള്ള തിളക്കമുണ്ടായി എന്ന വ്യാഖ്യാനമാണ് ശരിയായിട്ടുള്ളത്. പൗരാണിക മുഫസ്സിറുകളിലും ധാരാളം പേർ ഈ വ്യാഖ്യാനം സ്വീകരിച്ചവരാണ്. നമ്മുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ നിന്നെ കാണിക്കാൻ വേണ്ടിയാണിത്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഇനി നീ ഫിർഔന്റെ അടുക്കലേക്ക് പോവുക, അവൻ ധിക്കാരിയായി തീർന്നിരിക്കുന്നു. ഖാല റബ്ബി ശ്റഹ് ലീ സദ്രി. മൂസ ബോധിപ്പിച്ചു, നാഥ, എന്റെ ഹൃദയം വിശാലമാക്കി തരണമേ. ഗംഭീരമായ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കരുത്തും മനോദാർഢ്യവും എനിക്ക് പ്രദാനം ചെയ്യണമേ. അതിമഹത്തായ കർത്തവ്യമാണ് അല്ലാഹു മൂസാ നബിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ നിർവഹണത്തിന് അസാമാന്യമായ മനക്കരുത്ത് അനിവാര്യമാണ്. അതിനാൽ മഹത്തായ ആ ദൌത്യം ഏറ്റെടുത്ത് നിർവഹിക്കാൻ ആവശ്യമായ ക്ഷമയും സഹനവും സ്ഥൈര്യവും ധീരതയും തന്റെ മേൽ വർഷിക്കണമേ എന്ന് അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. വയസ്സിർ ലീ അംരി. എന്റെ ദൌത്യം എളുപ്പമാക്കേണമേ. വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി. എന്റെ നാവിന്റെ കുരുക്ക് അഴിച്ചു തരണമേ. യഫ്ഖഹു ഖൗലി. എന്റെ സംസാരം ജനങ്ങൾക്ക് മനസ്സിലാക്കാനാവും വിധമാക്കേണമേ. ബൈബിൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. മോശെ യഹോവയോടറിയിച്ചു, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. പുറപ്പാട് 4-10. എന്നാൽ ഇതേപ്പറ്റി തൽമൂദ് ഉദ്ധരിച്ചിട്ടുള്ള സുദീർഘമായ കഥയിൽ പറയുന്നതിങ്ങനെയാണ്. കുട്ടിക്കാലത്ത് മൂസ ഫിർഔന്റെ ശിരസിൽ നിന്നും കിരീടം ഊരിയെടുത്ത് സ്വന്തം ശിരസിലണിഞ്ഞു. തുടർന്ന് കുട്ടിയുടെ ഈ ചേഷ്ട കേവലം ഒരു ബാല്യകാല വിനോദമോ അതോ മനഃപൂർവമുള്ള പ്രവൃത്തിയോ എന്ന പ്രശ്നം കൊട്ടാരത്തിൽ ഉയർന്നു. അവസാനം ഒരു പരീക്ഷണത്തിലൂടെ ഈ ചോദ്യത്തിന് ഉത്തരം കാണാമെന്ന് തീരുമാനിക്കപ്പെട്ടു. കുട്ടിയുടെ മുമ്പിൽ അഗ്നിയും സ്വർണവും വെച്ച് അവൻ ഏത് തിരഞ്ഞെടുക്കുന്നുവെന്ന് നിരീക്ഷിക്കലായിരുന്നു പരീക്ഷണം. അവ രണ്ടും മൂസായുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. അതിൽ നിന്ന് തീക്കനലെടുത്ത് വായിലിട്ടുകൊണ്ട് അദ്ദേഹം തന്റെ ജീവൻ രക്ഷിച്ചു. എങ്കിലും നാക്കിന് എന്നേക്കുമായി വിക്ക് ഭവിച്ചു. ഈ ഇസ്രായേലി കഥ നമ്മുടെ ചില തഫ്സീറുകളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാൻ സാമാന്യ ബുദ്ധി സമ്മതിക്കുന്നില്ല. കാരണം
കുട്ടി അഗ്നിയെ സ്പർശിച്ചുവെന്ന് വെച്ചാൽ അതെടുത്ത് വായിലിടാൻ ഒരു നിലയ്ക്കും സാധ്യതയില്ല. അഗ്നിയുടെ ചൂട് അനുഭവപ്പെടുമ്പോഴേക്കും കൈ പിന്നോട്ട് വലിക്കുമെന്നിരിക്കെ അത് വായിലിടുന്നതെങ്ങനെ? ഖുർആന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ്: മൂസാ നബി ഒരു പ്രഭാഷണ വിദഗ്ധനായിരുന്നില്ല. പ്രവാചകത്വത്തിന്റെ ബാധ്യതകൾ നിറവേറ്റാൻ പലപ്പോഴും പ്രഭാഷണം നടത്തേണ്ടത് ഒരാവശ്യമായി വരികയാണെങ്കിൽ തന്റെ ഈ ദൗർബല്യം അതിനൊരു പ്രതിബന്ധമാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം, അല്ലാഹുവേ, ജനങ്ങൾക്ക് എന്റെ വാക്ക് മനസ്സിലാകാൻ എന്റെ നാവിന്റെ കുരുക്ക് അഴിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മൂസായുടെ ഈ ദൗർബല്യത്തെ ചൂണ്ടിക്കൊണ്ടു തന്നെയാണ് ഫിർഔൻ അദ്ദേഹത്തെ ഇപ്രകാരം ആക്ഷേപിച്ചത്. അവന് സ്ഫുടമായി സംസാരിക്കാൻ പോലും കഴിയില്ല. അസ്-സുഖ്റുഫ് 52. ഈ ബലഹീനത പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂനെ സഹായിയാക്കി നിശ്ചയിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതും. സൂറ അൽ-ഖസസ് 34 സൂക്തത്തിൽ അല്ലാഹു മൂസാ നബിയുടെ തന്നെ വാക്കുകൾ ഉദ്ധരിക്കുന്നു: എന്റെ സഹോദരൻ ഹാറൂൻ എന്നേക്കാൾ വാചാലനാകുന്നു. അദ്ദേഹത്തെ നീ എന്റെ കൂടെ സഹായിയായി നിയോഗിച്ചു തരണമേ. ക്രമേണ മൂസാ നബി തന്റെ ഈ ബലഹീനതയിൽ നിന്ന് മോചിതനായി. അങ്ങനെ സ്വയം തന്നെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ നിർവഹിക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് അദ്ദേഹം നടത്തിയതായി ഖുർആനും ബൈബിളും ഉദ്ധരിച്ചിട്ടുള്ള പ്രഭാഷണങ്ങൾ സാഹിത്യമേന്മയുടെയും പ്രസംഗചാതുരിയുടെയും ഉത്തമ സാക്ഷ്യമാണ്. വിക്കനോ കൊഞ്ഞനോ ആയ ഒരാളെ അല്ലാഹു പ്രവാചകനായി നിശ്ചയിക്കുക എന്നത് ഏതായാലും യുക്തിക്ക് നിരക്കുന്നതല്ല. ആകാരത്തിലും രൂപത്തിലും വ്യക്തിത്വത്തിലും സ്വഭാവഗുണങ്ങളിലുമെല്ലാം എപ്പോഴും ഉന്നതന്മാരായിരുന്നു പ്രവാചകന്മാർ. സംബോധിതരിൽ സ്വാധീനം ചെലുത്താൻ പര്യാപ്തമായിരുന്നു അവരുടെ അകവും പുറവും. ജനങ്ങളുടെ നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രമാകുന്ന ഗുണവിശേഷങ്ങളോടെ ഒരു പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല, നിയോഗിക്കപ്പെടുക സാധ്യവുമല്ല. وَاجْعَلْ لِي وَزِيرًا مِّنْ أَهْلِي എന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ എന്റെ മന്ത്രിയായി നിശ്ചയിച്ചു തരണമേ. ബൈബിൾ റിപ്പോർട്ട് പ്രകാരം ഹാറൂൻ നബിക്ക് മൂസാ നബിയേക്കാൾ 3 വയസ്സ് പ്രായമുണ്ട്. പുറപ്പാട് 7 അധ്യായം 7 വചനം. هَارُونَ أَخِي എന്റെ സഹോദരനായ ഹാറൂനിനെ أُشْدُدْ بِهِ أَزْرِي അവൻ മുഖേന എന്റെ കരങ്ങൾക്ക് കരുത്തു പകരണമേ. وَأَشْرِكْهُ فِي أَمْرِي അവനെ എന്റെ ദൗത്യത്തിൽ പങ്കാളിയാക്കണമേ. كَيْ نُسَبِّحَكَ كَثِيرًا ഞങ്ങൾ നിന്നെ നല്ലവണ്ണം വാഴ്ത്താൻ വേണ്ടി, وَنَذْكُرَكَ كَثِيرًا നിന്നെക്കുറിച്ച് ധാരാളം പറയാനും. إِنَّكَ كُنْتَ بِنَا بَصِيرًا നീ സദാ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവനല്ലോ. قَالَ قَدْ أُوتِيتَ سُؤْلَكَ يَا مُوسَى അല്ലാഹു അരുൾ ചെയ്തു: മൂസ, നീ ആവശ്യപ്പെട്ടത് തന്നു കഴിഞ്ഞിരിക്കുന്നു. وَلَقَدْ مَنَنَّا عَلَيْكَ مَرَّةً أُخْرَى നാം മറ്റൊരിക്കലും നിനക്ക് ഔദാര്യം ചെയ്തിട്ടുണ്ട്. തുടർന്ന് മൂസാ നബിയുടെ ശൈശവം മുതൽ അന്നുവരെ അദ്ദേഹത്തിന് ചെയ്തുകൊടുത്ത അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി അനുസ്മരിക്കപ്പെടുകയാണ്. പ്രസ്തുത അനുഗ്രഹങ്ങളുടെ വിശദ വിവരങ്ങൾ സൂറ അൽ-ഖസസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ ദൗത്യത്തിന്റെ നിർവഹണത്തിനായി മൂസാ നബിയെ ജനനം മുതൽ അന്നുവരെ അല്ലാഹുവിന്റെ പ്രത്യേക പരിഗണനയിലും മേൽനോട്ടത്തിലും വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഈ യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കാൻ വേണ്ടി പ്രസ്തുത സംഭവങ്ങളിലേക്കുള്ള സൂചനകൾ മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. إِذْ أَوْحَيْنَا إِلَىٰ أُمِّكَ مَا يُوحَىٰ ദിവ്യബോധനത്തിലൂടെ നൽകപ്പെടുന്ന അതേ വെളിപാട് നിന്റെ മാതാവിന് നൽകിയപ്പോൾ, أَنِ اقْذِفِيهِ فِي التَّابُوتِ فَاقْذِفِيهِ فِي الْيَمِّ فَلْيُلْقِهِ الْيَمُّ بِالسَّاحِلِ يَأْخُذْهُ عَدُوٌّ لِّي وَعَدُوٌّ لَّهُ وَأَلْقَيْتُ عَلَيْكَ مَحَبَّةً مِّنِّي وَلِتُصْنَعَ عَلَىٰ عَيْنِي എന്തെന്നാൽ ഈ ശിശുവിനെ പേടകത്തിലാക്കുക, പേടകത്തെ നദിയിൽ ഒഴുക്കുക, നദി അതിനെ കരക്കണച്ചുകൊള്ളും.
എന്റെയും ആ ശിശുവിന്റെയും ശത്രു അതിനെ എടുക്കുകയും ചെയ്യും. ഞാൻ എന്നിൽ നിന്നുള്ള സ്നേഹം നിന്റെ മേൽ ചൊരിഞ്ഞു. എന്റെ മേൽനോട്ടത്തിൽ നീ വളർത്തപ്പെടാൻ വേണ്ട സൗകര്യമൊരുക്കി. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدر يا موسى. ഓർക്കുക, നിന്റെ സഹോദരി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ചെന്നു പറയുന്നു, ഈ കുഞ്ഞിനെ നന്നായി പോറ്റുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഈ വിധം വീണ്ടും നിന്നെ നിന്റെ മാതാവിങ്കലെത്തിച്ചു, അവളുടെ കൺകുളിർക്കുന്നതിനും അവൾ വിഷാദിക്കാതിരിക്കുന്നതിനും വേണ്ടി. നീ ഒരാളെ വധിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ആ മനപ്രയാസത്തിൽ നിന്ന് നാം നിന്നെ മോചിപ്പിച്ചു. നിന്നെ നാം പലവിധത്തിൽ പരീക്ഷിച്ചു. നീ വർഷങ്ങളോളം മദിയൻകാരോടൊത്തു വസിച്ചു. അനന്തരം അല്ലയോ മൂസ, ഇപ്പോൾ നീ തക്ക സമയത്ത് വന്നിരിക്കയാകുന്നു. ഞാൻ നിന്നെ എന്റെ ദൗത്യത്തിനായി തയ്യാറാക്കിയിരിക്കുന്നു. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി. നീയും സഹോദരനും എന്റെ ദൃഷ്ടാന്തങ്ങളുമായി പോവുക. ശ്രദ്ധിക്കുക, എന്നെ സ്മരിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഇരുവരും ഫിർഔന്റെ അടുക്കലേക്ക് പോകുവിൻ, അവൻ ധിക്കാരിയായിരിക്കുന്നു. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അവനോട് മയത്തിൽ സംസാരിക്കണം. അവൻ ഉപദേശം സ്വീകരിക്കുകയോ ഭയപ്പെടുകയോ ചെയ്തെങ്കിലോ? മനുഷ്യൻ സന്മാർഗം പ്രാപിക്കുന്നതിന് രണ്ട് രൂപങ്ങളാണുള്ളത്. ഒന്നുകിൽ സതുപദേശങ്ങൾ സ്വീകരിച്ചും ചിന്തിച്ചും സ്വയം തൃപ്തിപ്പെട്ട് ശരിയായ മാർഗം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തിന്മയുടെ ദുഷ്ഫലങ്ങളെ ഭയപ്പെട്ട് നേർമാർഗത്തിലേക്ക് വരിക. ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യതഗാ. ഇരുവരും ബോധിപ്പിച്ചു, നാഥ, അവൻ ഞങ്ങളോട് അവിവേകമോ അതിക്രമമോ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ആശങ്കിക്കുന്നു. മൂസാ നബി ഈജിപ്തിൽ തിരിച്ചെത്തുകയും ഹാറൂൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാവുകയും ചെയ്ത ശേഷമാണിതെന്ന് മനസ്സിലാക്കാം. ഫിർഔന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് അവരിരുവരും അല്ലാഹുവിനോട് ഇപ്രകാരം അപേക്ഷിക്കുകയായിരുന്നു. ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. അവൻ അരുളി, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഫഅതിയാഹു ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീല വലാ തുഅദ്ദിബ്ഹും ഖദ് ജിഅ്നാക ബിആയത്തിൻ മിർ റബ്ബിക വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. നിങ്ങൾ അവന്റെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് പറയുക, ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതന്മാരാകുന്നു. നീ ഇസ്രായേൽ വംശത്തെ ഞങ്ങളോടൊപ്പം വിട്ടയക്കണം, അവരെ പീഡിപ്പിക്കരുത്. നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായാകുന്നു ഞങ്ങൾ വന്നിട്ടുള്ളത്. സന്മാർഗം പിന്തുടരുന്നവർക്ക് സമാധാനം. ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ലാ. തള്ളിപ്പറയുകയും പിന്തിരിയുകയും ചെയ്യുന്നവന് ശിക്ഷയാണുള്ളതെന്ന് ഞങ്ങൾക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നു.
ബൈബിളും തൽമൂദും ഈ സംഭവം വിവരിച്ച ശൈലിയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. വിശുദ്ധ ഖുർആൻ എന്തുമാത്രം അന്തസ്സോടെയാണ് പ്രവാചകന്മാരെപ്പറ്റി പരാമർശിക്കുന്നതെന്നും അതേസമയം ഇസ്രായേലി കഥയിൽ അവർ എപ്രകാരം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ബൈബിളിന്റെ വിവരണം ഇങ്ങനെ പോകുന്നു. ആദ്യമായി ദൈവം മൂസാ നബിയോട് പറഞ്ഞു, വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ ആര്? പുറപ്പാട് 3-ാം അധ്യായം 10-11 വചനങ്ങൾ. പിന്നീട് ദൈവം മൂസാക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ദൈവിക ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും മൂസാ നബി പറഞ്ഞതിങ്ങനെയാണ്, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ. പുറപ്പാട് 1:13 വാക്യം. ഇതിനെയും കവച്ചുവെക്കുന്നതാണ് തൽമൂദിന്റെ റിപ്പോർട്ട്. അതിങ്ങനെയാണ്: ദൈവവും മൂസായും ഇക്കാര്യത്തെക്കുറിച്ച് 7 ദിവസം തർക്കിച്ചു. ദൈവം മൂസായോട് പ്രവാചകനാവുകയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ നാവ് പോലും തുറന്നതല്ല, എന്നിരിക്കെ ഞാൻ എങ്ങനെ പ്രവാചകനാകും എന്ന് മൂസാ നബിയും പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അല്ലാഹു അരുളി, നീ തന്നെ പ്രവാചകനാകുന്നതാണ് എന്റെ ഇഷ്ടം. അപ്പോൾ മൂസ പറഞ്ഞു, ലൂത്തിനു രക്ഷിക്കാൻ അവിടുന്ന് മാലാഖമാരെ അയച്ചു. ഹാജറ സാറായുടെ ഗേഹത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും അങ്ങ് മാലാഖമാരെ അയച്ചു. ഇപ്പോൾ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ അഥവാ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് എന്നെ അയക്കുന്നു. ഇത് കേട്ട് ദൈവം അപ്രീതനായി ദൌത്യത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഹാറൂനെ പങ്കുകാരനാക്കി. മൂസായുടെ സന്താനങ്ങൾക്ക് പൗരോഹിത്യം വിലക്കുകയും ആ പദവി ഹാറൂന്റെ സന്താനങ്ങൾക്ക് നൽകുകയും ചെയ്തു. പൗരാണികമായ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ സാമ്പിളുകളാണിത്. ഖുർആനിലെ കഥകളെല്ലാം അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചതാണെന്നത്രേ ചിലർ ഒരു ലജ്ജയുമില്ലാതെ പറയുന്നത്. ഫിർഔൻ ചോദിച്ചു, അല്ലയോ മൂസ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? മൂസാ നബി എങ്ങനെയാണ് ഫിർഔന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നത്? എങ്ങനെയാണ് അദ്ദേഹം ഫിർഔന്റെ മുമ്പിൽ തന്റെ പ്രബോധനം സമാരംഭിച്ചത്? തുടങ്ങിയ ഈ കഥയുടെ വിശദാംശങ്ങൾ ഇവിടെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. പ്രസ്തുത ഭാഗങ്ങൾ സൂറ അൽ ആറാഫ് 100 മുതൽ 106 വരെ സൂക്തങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സൂറ അശ്ശുഅറാ 10 മുതൽ 51 വരെ സൂക്തങ്ങൾ, അൽ ഖസ്വസ് 29 മുതൽ 42 വരെ, അന്നാസിയാത്ത് 1 മുതൽ 26 വരെ എന്നിവയിൽ അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നതാണ്. ഫിർഔനെക്കുറിച്ചുള്ള സാമാന്യ വിവരങ്ങൾ അൽ ആറാഫ് 104-ാം സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 സഹോദരന്മാരിൽ മുഖ്യപ്രബോധകൻ മൂസാ നബി തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഫിർഔൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. ഹാറൂന്റെ വാചാലതയും വാക്ചാരുതയും പ്രകടിപ്പിക്കാൻ അവസരം സൃഷ്ടിക്കാതെ നാം നേരത്തെ വിവരിച്ച മൂസായുടെ ദൗർബല്യം ചൂഷണം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുമാവാം ഫിർഔൻ മൂസാ നബിയെ തന്നെ അഭിമുഖീകരിച്ചത്. ഫിർഔന്റെ ചോദ്യത്തിന്റെ വിവക്ഷ ഇതാണ്: ഈജിപ്തുകാരുടെ റബ്ബ് ഞാൻ തന്നെയാണ് എന്നിരിക്കെ നിങ്ങൾ ഇരുവരും ഇപ്പോൾ ആരെയാണ് റബ്ബാക്കിയിരിക്കുന്നത്? സൂറ അന്നാസിയാത്തിൽ അല്ലാഹു ഫിർഔന്റെ വാക്യം ഉദ്ധരിക്കുന്നു: നിങ്ങളുടെ പരമോന്നതനായ നാഥൻ ഞാനാകുന്നു. അന്നാസിയാത്ത് 24-ാം സൂക്തം. തന്റെ നിറഞ്ഞ ദർബാറിനെ അഭിസംബോധന ചെയ്ത് ഫിർഔൻ ചോദിക്കുന്നു, എന്റെ ജനങ്ങളെ, മിസ്രിന്റെ ആധിപത്യം എനിക്കല്ലയോ? ഈ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ കീഴിലല്ലയോ? അസ്സുഖ്റുഫ് 51. അവൻ തന്റെ പൗരമുഖ്യന്മാരുടെ മുമ്പിൽ വമ്പ് പറഞ്ഞതായി ഖുർആൻ ഉദ്ധരിക്കുന്നു. ഓ പൗരപ്രമാണികളെ, നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റൊരു ദൈവമുള്ളതായി ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ലയോ ഹാമാൻ, കുറച്ച് കളിമണ്ണ് ചുട്ട് ഒരു ഉയർന്ന ഗോപുരം നിർമ്മിച്ചു തരിക. ഞാൻ അതിൽ കയറി മൂസായുടെ ദൈവത്തെ ഒന്ന് നോക്കട്ടെ. അൽ ഖസ്വസ് 38. സൂറ അശ്ശുഅറാ 29-ാം സൂക്തത്തിൽ ഫിർഔൻ മൂസായെ ഭീഷണിപ്പെടുത്തുന്നു: ഞാനല്ലാത്ത ഒരു ഇലാഹിനെ നീ സ്വീകരിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ തുറുങ്കിലടക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ ഫിർഔൻ തന്റെ ജനതയുടെ ഏക ആരാധ്യനായിരുന്നുവെന്നോ അവർ അയാളെ കൂടാതെ മറ്റാരെയും പൂജിച്ചിരുന്നില്ലെന്നോ ഇപ്പറഞ്ഞതിനർത്ഥമില്ല. സൂര്യദേവതയുടെ പ്രതിനിധിയെന്ന നിലയ്ക്കാണ്
ഫിർഔൻ തന്നെ രാജാധിപത്യത്തിനർഹനായിത്തീർന്നത്. ഈജിപ്തുകാർ നിരവധി ദേവീദേവന്മാരെ ആരാധിച്ചിരുന്നുവെന്ന കാര്യം ആ രാജ്യത്തിന്റെ ചരിത്രം സ്പഷ്ടമാക്കുന്നു. ഈ ദൃശ്യവസ്തുതകളെ സംബന്ധിച്ച് നാം മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏക ആരാധനാ കേന്ദ്രം താനാണ് എന്നായിരുന്നില്ല ഫിർഔന്റെ വാദം. ഫലത്തിൽ ഈജിപ്തുകാരുടെ രാഷ്ട്രീയ നായകത്വവും ദൈവത്വവുമാണ് ഫിർഔൻ അവകാശപ്പെട്ടിരുന്നത്. തനിക്കുപരി ഭരണാധിപത്യമുള്ള മറ്റൊരസ്തിത്വമുണ്ടെന്നോ അങ്ങനെയുള്ള മറ്റൊരസ്തിത്വത്തിന്റെ പ്രതിനിധിയെന്ന നിലയിൽ അതിന്റെ ശാസനകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായവനാണ് താനെന്നോ സമ്മതിക്കാൻ അയാൾ തയ്യാറില്ലായിരുന്നു. ചിലയാളുകൾ അയാളുടെ ഈ അഹന്തയെ നാസ്തികത്വവും സ്വയം ദൈവമാണെന്ന് വാദിക്കലുമായി വ്യാഖ്യാനിച്ചു കാണുന്നു. പക്ഷെ ഫിർഔൻ ഉപരിലോകത്ത് മറ്റു പരിപാലകരെ അംഗീകരിച്ചുവെന്ന് ഖുർആനിൽ സ്ഥിരപ്പെടുന്നുണ്ട്. സൂറ അൽ മുഅ്മിൻ 28 മുതൽ 34 വരെ, സൂറ അസ്-സുഖ്റുഫ് 53 എന്നീ സൂക്തങ്ങൾ പരിശോധിച്ചു നോക്കുക. അള്ളാഹുവിനെയും മലക്കുകളെയും ഫിർഔൻ നിഷേധിച്ചിരുന്നില്ല എന്ന് അവയിൽ നിന്ന് മനസ്സിലാക്കാം. തന്റെ രാഷ്ട്രീയ ആധിപത്യത്തിൽ അള്ളാഹു ഇടപെടുക, അള്ളാഹുവിന്റെ ദൂതൻ വന്ന് തന്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുക, ഈ രണ്ട് കാര്യങ്ങളുമായിരുന്നു ഫിർഔൻ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത്. കൂടുതൽ വിശദീകരണത്തിന് അൽ ഖസ്വസ് 38 സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക. قال ربنا الذي أعطى كل شيء خلقه ثم هدى. മൂസ പറഞ്ഞു, സകല വസ്തുക്കൾക്കും അതിന്റേതായ സൃഷ്ടി കൊടുക്കുകയും പിന്നെ അതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ അവനാകുന്നു ഞങ്ങളുടെ റബ്ബ്. ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും അവൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീക്ഷണത്തിൽ സൃഷ്ടാവും സംരക്ഷകനും അധിപതിയും ഉടമയും എല്ലാം അവൻ മാത്രമാണ്. അവനെ കൂടാതെ മറ്റൊരു റബ്ബിനെ ഒരർത്ഥത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിർമ്മിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും ഞങ്ങളുടെ റബ്ബിനാൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു. ഓരോ വസ്തുവിനും അതിന്റെ ഘടനയും രൂപവും ആകാരവും ഗുണവും ശക്തിയും സവിശേഷതകളുമെല്ലാം അവന്റെ ഔദാര്യത്തിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ്. കരങ്ങൾക്ക് അവയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ആവശ്യവും അനുയോജ്യവുമായ രൂപഘടന നൽകുന്നതവനാണ്. പാദങ്ങൾക്ക് അതിന്റെ ഉപയോഗത്തിനനുസൃതമായ സന്തുലിതത്വവും ക്രമീകരണവും നൽകിയതും അവൻ തന്നെ. മനുഷ്യൻ, ജന്തുക്കൾ, സസ്യങ്ങൾ, അചേതന വസ്തുക്കൾ, വായു, വെളിച്ചം, വെള്ളം മുതലായ ഓരോ വസ്തുവിനും സവിശേഷമായ രൂപഘടനയും പ്രകൃതിയും നൽകിയിട്ടുള്ളത് അതതിന്റെ ധർമ്മങ്ങൾ അനായാസകരമായി നിർവഹിക്കപ്പെടാനത്രേ. സൃഷ്ടികളെ സവിശേഷമായ സ്വഭാവ പ്രകൃതികളിൽ സൃഷ്ടിച്ച ശേഷം അവയുടെ പാട്ടിന് വിടുകയല്ല അല്ലാഹു ചെയ്തിട്ടുള്ളത്. ഓരോ വസ്തുവിനും മാർഗദർശനം നൽകുക കൂടി ചെയ്തിരിക്കുന്നു. തന്റെ സ്വഭാവ പ്രകൃതിയെ പ്രയോജനപ്പെടുത്തി സൃഷ്ടിലക്ഷ്യം പൂർത്തീകരിക്കാൻ പഠിപ്പിക്കപ്പെടാത്ത ഒരു സൃഷ്ടിയുമില്ല. അവൻ ചെവിയെ ശ്രവണവും ദൃഷ്ടിയെ ദർശനവും പഠിപ്പിച്ചു. മത്സ്യങ്ങളെ നീന്താനും പക്ഷികളെ പറക്കാനും പഠിപ്പിച്ചു. ഭൂമിയെ സസ്യങ്ങൾ മുളപ്പിക്കാനും വൃക്ഷലതാദികളെ ഫലങ്ങളണിയാനും മാർഗദർശനം ചെയ്തതും അവൻ തന്നെ. ചുരുക്കത്തിൽ അല്ലാഹു പ്രപഞ്ചത്തിന്റെയും അതിലെ സകല ചരാചരങ്ങളുടെയും സ്രഷ്ടാവ് മാത്രമല്ല, മാർഗദർശകനും അധ്യാപകനും കൂടിയാണ്. അനുപമ സമ്പൂർണവും സംക്ഷിപ്തവുമായ ഈ വാക്കുകളിൽ തന്റെ റബ്ബ് ആരാണെന്ന് മാത്രമല്ല മൂസാ നബി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ അവൻ റബ്ബായി, എന്തുകൊണ്ട് അവനെക്കൂടാതെ മറ്റാരെയും റബ്ബായി അംഗീകരിക്കുന്നില്ല എന്നുകൂടി ഈ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. വാദത്തോടൊപ്പം അതിന്റെ തെളിവുകൂടി ഈ കൊച്ചുവാക്യം ഉൾക്കൊള്ളുന്നു. ഫിർഔനും അവന്റെ ഓരോ പ്രജയും തങ്ങളുടെ സവിശേഷമായ അസ്തിത്വത്തിന്റെ പേരിൽ തന്നെ അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ കടപ്പെട്ടവരാണെന്ന് സ്പഷ്ടമാണ്. കാരണം എപ്പോൾ മനുഷ്യഹൃദയവും രക്തധമനികളും ആമാശയവും കരളുമെല്ലാം അല്ലാഹുവിന്റെ മാർഗദർശനമനുസരിച്ച് പ്രവർത്തിക്കാതാകുന്നുവോ അപ്പോൾ മുതൽ ഒരു നിമിഷം പോലും ജീവൻ നിലനിർത്താൻ ഒരുത്തനും സാധ്യമല്ല. എന്നിരിക്കെ താൻ ജനങ്ങളുടെ റബ്ബാണെന്ന ഫിർഔന്റെ വാദവും യഥാർത്ഥത്തിൽ അവൻ തന്നെയാണ് റബ്ബ് എന്ന ജനങ്ങളുടെ വിചാരവും ഒരു വിഡ്ഢിത്തവും തമാശയുമല്ലാതെ മറ്റൊന്നുമല്ല. തീർന്നില്ല. ഫിർഔൻ വിശ്വസിക്കാൻ വിസമ്മതിച്ച പ്രവാചകത്വത്തിന്റെ തെളിവുകളും മൂസാ നബി ഈ കൊച്ചുവാക്യത്തിൽ തന്നെ അവതരിപ്പിക്കുന്നു. അല്ലാഹു എല്ലാ വസ്തുക്കൾക്കും അവയുടെ അവസ്ഥയും ആവശ്യവും അനുസരിച്ച് മാർഗദർശനം നൽകിയിട്ടുണ്ടെന്ന സൂചന പ്രവാചകത്വത്തിന്റെ തെളിവാണ്.
മനുഷ്യന്റെ വൈകാരിക ജീവിതത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും അല്ലാഹു തന്നെ നൽകുക എന്നത് അഖിലാണ്ഡനാഥൻ എന്ന അവന്റെ പദവിയുടെ താൽപര്യങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ അവൻ മത്സ്യങ്ങൾക്കും പറവകൾക്കും മാർഗദർശനം നൽകാൻ സ്വീകരിച്ച അതേ രീതിയല്ല മനുഷ്യന്റെ മാർഗദർശനത്തിന് സ്വീകരിച്ചിട്ടുള്ളത്. മനുഷ്യന് മാർഗദർശനം നൽകാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഇതാണ്: ബോധമുള്ള ഒരു മനുഷ്യനെ തന്നെ മനുഷ്യന് മാർഗദർശനം ചെയ്യാൻ നിയോഗിക്കുക. അദ്ദേഹം മനുഷ്യരുടെ ബുദ്ധിയെയും വികാരങ്ങളെയും തട്ടിയുണർത്തി സന്മാർഗബോധനം ചെയ്യുക.